ചുരുങ്ങിയ സമയം കൊണ്ട് അടിപൊളി ടേസ്റ്റിലൊരു മുട്ട ചമ്മന്തി ആയാലോ. അതിന് വേണ്ടിയിട്ട് പാനൊന്ന് വെച്ച് കൊടുത്ത് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. 3 സവാള നമുക്ക് ഇഷ്ടമുള്ള പോലെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത് അതിലോട്ട് 4 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വലിയൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. മസാല ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതേ പാനിൽ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് 2 മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 2 നുള്ളു ഉപ്പും 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. അതിനെ നന്നായി ചിക്കി എടുക്കാം. മുട്ട ഒന്ന് നന്നായി വിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മസാല ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് നേരം കൂടെ ഒന്ന് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പം എല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. ഇതുപോലെയുള്ള ഈസി റെസിപ്പികൾക്കായിട്ട് നിങ്ങൾ സുബീസ് കിച്ചൺ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.